ഒരു വേറിട്ട സഹികെട്ട ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. പെരുമണ്ണ വെള്ളായിക്കോട് റോഡിൽ തൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് സ്വയം ബോർഡ് വെച്ച് അതിന് എന്താ പറയുക പ്രതിഷേധമായി നിൽക്കുകയാണ് മുസ്തഫ. കാരണം ഇവിടെ അനാശ്വാസ പ്രവർത്തനങ്ങളും മദ്യം വിൽപ്പന, മയക്കുമരുന്ന് വിൽപ്പന, അങ്ങനെ സ്വന്തം ചിലവിൽ ഫ്ലക്സ് വെച്ച് സ്വന്തം സ്ഥലത്ത് പ്രതിരോധിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് മുസ്തഫയ്ക്ക്. എങ്ങനെയാണ് ഇതിന്റെ ഒരു അവസ്ഥ ഉണ്ടായത്? ഇതിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. അപ്പുറം ഞാൻ പൂർവികമായിട്ട് അറിയുന്നവരവരൊക്കെ അന്നപ്പോൾ നമുക്ക് പരിധികളുണ്ട് ഇവരെ പ്രതിരോധിക്കാൻ. അന്നപ്പം പരിമിതികളും ഉണ്ട്. അന്നപ്പോൾ നമ്മൾ വാക്കാല കുറേ ഇവർക്ക് വാണിങ്ങും മറ്റുള്ള സന്ദേശങ്ങളും ഒക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ കുറേ വീഡിയോസും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ നമുക്ക് അത് വേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരെ നമുക്ക് അത് ഫോർവേഡ് ചെയ്യേണ്ട സാഹചര്യം വരാൻ അങ്ങനെ ചെയ്യേണ്ടി വരും. അന്നപ്പോൾ എത്ര പറഞ്ഞാലും ഇവർ ഇത് അംഗീകരിക്കൂല. ഇത് അവരെ കൊണ്ട് നമുക്കൊരു എന്താ പറയുക നിവൃത്തികേടുണ്ട്. എന്താപ്പോൾ ഇവരെ നമുക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് റെയ്ഡും കാര്യമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര അത് പ്രാവർത്തികമാകുന്നില്ല എന്നാണ് ഈ അഭിപ്രായത്തിൽ പറയാനുള്ളത്. ഇതിന് മുൻപ് ഇവിടെ ഒരു വലിയ ബോർഡ് ഉണ്ടായിരുന്നു പോലീസിന്റെ, അല്ലേ? പോലീസിന്റെ നിരന്തരം ബോർഡുകളും മറ്റു കാര്യം അതൊക്കെ സാമൂഹ്യ വിരുദ്ധരെന്ന് പറയുമ്പോൾ രാത്രിയുടെ മറവിൽ പലതും ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ മലം ഒഴിച്ചിട്ടുണ്ട്, മലം കലക്കി കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട്. സമീപ പ്രദേശം ആ പീഡിയയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി നമുക്ക് ഉറക്കഴിഞ്ഞ് നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ താങ്കൾ വെച്ച ഈ ഒരു ഫ്ലെക്സിന് താങ്കൾ തന്നെ കാവലിരിക്കുകയാണ് എന്ന് പറയാം. ഇതിന് വളരെ ആയുസ് കുറവാണ്. ഇത് ഇന്ന് രാത്രി ഇവിടെ നിന്ന് കിട്ടിയാൽ തന്നെ അത്ഭുതം എന്നേ പറയാനുള്ളൂ. മഹാ അത്ഭുതം. നിങ്ങളെ ഈ സമീപനം എനിക്ക് വളരെ പ്രോത്സാഹനവും ഈ ഇതും തന്നതിൽ വളരെ അഭിനന്ദിക്കുന്നില്ല താങ്കളെ ഞാൻ. അപ്പോ ഈ ഒരു പെരുമണ്ണ വെള്ളായിക്കോട് റോട്ടിൽ ഉണ്ടാകുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് ഒരു ഒറ്റയാൾ പോരാട്ടം വേണമെങ്കിൽ പറയാം. മറ്റുള്ള സാമൂഹിക സാംസ്കാരിക സംഘടനകൾ എന്നോട് കൂടി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക ഞാനും അതിൽ മുൻപന്തിയിലുണ്ടാവും. എന്തായാലും പല രാഷ്ട്രീയക്കാരും പല രാഷ്ട്രീയത്തിന്റെയും പിന്നെ ഇവിടുത്തെ സാമൂഹിക വ്യാപാര വ്യവസായന്റെ സംഘടനകളുടെ നേതാക്കൾ വ്യക്തിപരമായിട്ട് എന്നെ വിളിച്ചിങ്ങാണ്ട് എന്റെ ചെവിയിൽ മന്ത്രിക്കും. പക്ഷെ അവർ പബ്ലിക്കിനെ പ്രതിരോധിക്കുന്നില്ല. അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ്. ഞാനും ഇവരുമായിട്ട് കോർത്തോത്തത് എന്നുള്ളതാണ് ഇവരെ പരി. അല്ലാതെ അവര് സമൂഹം നന്നാകാനോ അല്ലെ നമ്മളെ ഈ പ്രദേശം നന്നാകാനോ ഉള്ളൊരു കാഴ്ചപ്പാടൊന്നുമല്ല. അവർ എന്നെങ്ങനെ നിരന്തരം ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കുക, അല്ലെ ഫോൺ കോൾ ചെയ്യുക, ഇങ്ങനെ ചെയ്തും കൊണ്ട് അവരിങ്ങനെ നമുക്ക് ഇങ്ങനെ പെയിന്റിങ് തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് പറയും പോലെ തന്നെ അവരിത് ലൈവായിട്ട് കാണുന്നുണ്ട്. അവരാരും ഇവരോട് എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല.